സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പ്രമാണിച്ച് ഗുരുവായൂരിൽ നിശ്ചയിച്ച വിവാഹങ്ങൾ പലതും മാറ്റിവെച്ചിരിക്കുകയാണ്. 17 രാവിലെ 6 മുതൽ 9 വരെ ക്ഷേത്രത്തിൽ മറ്റു വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6 മുമ്പോ 9 ശേഷമോ നടത്തേണ്ടി വരും. 17 രാവിലെ 8:45 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. രാവിലെ 8 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും. റോഡ് മാർഗം 8:10 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. 8:15 ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി എത്തുന്ന സമയം മുതൽ തിരികെ പോകും വരെയാണ് ക്ഷേത്ര പരിസരത്ത് അപ്രഖ്യാപിത കർഫ്യൂ. 3 മണിക്കൂറിലേറെ സമയം ക്ഷേത്ര പരിസരത്തേക്ക് ആരെയും അടുപ്പിക്കില്ല. ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും നൽകി പോലീസ് പാസ് എടുത്താൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള വിവാഹങ്ങൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് പ്രവേശിക്കാം. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രനട വരെ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഗുരുവായൂരിൽ സന്ദർശനം നടത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികം. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏതെങ്കിലും ഔദ്യോഗിക കാരണങ്ങൾക്കോ ക്ഷേത്ര ദർശനത്തിനോ അല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച മനുഷ്യസ്നേഹിയായി BJP-ക്കാർ വാഴ്ത്തുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ്. അതെ, കുറെ യുവതിയുവാക്കളുടെ സ്വപ്നദിനത്തിൽ അവരുടെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കിയിട്ട് അവരുടെ സൗകര്യങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ വിലക്കിയിട്ട് സോക്കോൾഡ് മനുഷ്യസ്നേഹി സുരേഷ് ഗോപി രാജ്യത്തെ പ്രധാനമന്ത്രിയെയും വേറെ കുറെ VVIP-കളെയും കൂട്ടി നിർത്തി മകളുടെ കല്യാണം നടത്തുന്നു. തന്റെ മകളുടെ കല്യാണത്തിന് ആരെ ക്ഷണിക്കണമെന്നുള്ളത് സുരേഷ് ഗോപിയുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് ആ ചടങ്ങിന് കൊണ്ടുവരാം. അത് പക്ഷേ ഗുരുവായൂർ പോലൊരു സ്ഥലത്തേക്കായത് എത്ര പേർക്കാണ് അസൗകര്യമാകുന്നതെന്ന് ഒന്ന് കണക്കാക്കി നോക്കൂ. ഹിന്ദുമത വിശ്വാസിയും മൊത്തം ഹിന്ദുക്കളുടെ സംരക്ഷകനുമായ സുരേഷ് ഗോപി കാരണം എത്ര വിശ്വാസികൾക്കാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിന് പങ്കെടുക്കാനാകാതെ പോകുന്നത്. 17-ാം തീയതി ഓരോ വിവാഹ പാർട്ടിയിലും 20 പേർക്ക് മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനാനുമതി. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കണക്കെടുത്ത് നോക്കൂ. അതിൽ 10 പേരേ ഉള്ളൂ. വിശ്വാസിയായ ഒരാൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ചു തീരുമാനിക്കുന്നതാണ്. കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ചേർന്നുള്ള ആ സ്വപ്നം സുരേഷ് ഗോപി തന്റെ മകളുടെ വിവാഹം നടത്താനായി ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുകയാണ്. അന്നേ ദിവസം തുലാഭാരവും കുഞ്ഞുങ്ങൾക്ക് ചോറൂണും ഗുരുവായൂരിൽ നടത്തില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകളൊക്കെ ഡേറ്റ് തീരുമാനിച്ച് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നടത്തണമെന്ന് പ്ലാൻ ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ഈ ദിവസം ക്ഷേത്ര സന്നിധിയിലെത്താൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന എത്ര പേരുണ്ടാകും? എന്റെ VIP-കളല്ലാത്ത മറ്റു വിശ്വാസികളുടെ വിശ്വാസത്തിന് വിലയില്ലേ? സംഘപരിവാറുകാർ വിശ്വാസികളെ തടയുമ്പോൾ ആചാര ലംഘനമാകാത്തത് എന്തുകൊണ്ടാണ്? മോദി വരട്ടെ, കല്യാണത്തിന്റെ റിസപ്ഷനോ മറ്റ് ചടങ്ങുകളോ വയ്ക്കുന്ന ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ ആക്കാമായിരുന്നു അത്. അവിടെ ആരൊക്കെ വരണമെന്ന് സുരേഷ് ഗോപിക്ക് തീരുമാനിക്കാമായിരുന്നു. അതായിരുന്നില്ലേ നാട്ടുകാരുടെ മൊത്തം നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി ചെയ്യേണ്ടിയിരുന്നത്? അതായിരുന്നില്ലേ മാന്യത? അതിനു പകരം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി തൻ പ്രമാണിത്വം ആഘോഷിക്കുകയാണ് ഇവിടെ. കല്യാണം നടത്തുന്നത് സുരേഷ് ഗോപി ആയതുകൊണ്ട് കുഴപ്പമില്ല. മോദി പങ്കെടുക്കുന്ന ഏതോ പൊതുപരിപാടിക്കായി സുരക്ഷ ഒരുക്കുന്നു എന്ന ഭാവത്തിലാണ് കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ പങ്കെടുത്ത ഏതെങ്കിലും പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ നിയന്ത്രണങ്ങളെങ്കിൽ ഇതേ മീഡിയകളും കപടഭക്തരും കൂട്ടത്തിൽ കോൺഗ്രസുകാരും ചേർന്ന് ഭജന വരെ നടത്തിയേനെന്നതാണ് സത്യം. ഇവിടെ പക്ഷെ അതൊന്നും ഉണ്ടാകില്ല. പകരം മകളുടെ കല്യാണം കഴിഞ്ഞാലുടൻ വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നതോ മുടങ്ങിയതോ ആയ സകല കുടുംബങ്ങളിലും കയറി സുരേഷ് ഗോപി ഷോ ഇറക്കും. മാധ്യമങ്ങൾ ക്യാമറയുമായി പിന്നാലെ ചെന്ന് സൂപ്പർ സ്റ്റാറിനെ വാഴ്ത്തും.